نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്വമേറിയതും കഴിവുള്ളവരുടെ മേലെ നിർബന്ധവുമായിട്ടുള്ള കർമ്മമാണ് അൽ ഹജ്ജ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് 5 സ്തംഭങ്ങളുടെ മേലെയാണ്. ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അതിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലുമുള്ള ഷഹാദത്താണ്. വ ഇഖാമിസ് സ്വലാ, പിന്നീടുള്ളത് നിസ്കാരമാണ്. വ ഈതാഇസ് സക്കാ, സക്കാത്ത് നൽകലാണ്. വൽ ഹജ്ജ്, ഹജ്ജ് നിർവഹിക്കലാണ്. വ സൗമി റമളാൻ, റമളാനിൽ നോമ്പ് നോൽക്കലുമാണ്. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ നമുക്ക് പരിചയമുള്ള ധാരാളം ആളുകൾ, അതുപോലെ തന്നെ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും നിന്ന് വ്യത്യസ്ത ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ജനങ്ങൾക്ക് തെരഞ്ഞെടുത്ത ആദ്യ ഭവനമായ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ ഹറമിലേക്ക് എത്തിച്ചേരുന്ന സമയമാണിത്. ആ ഹജ്ജിന്റെ ആ വിളിയാളത്തിലേക്ക് എത്തിച്ചേരുന്നവർ അവർ അല്ലാഹുവിന്റെ അതിഥികളായിട്ട്, അല്ലാഹുവിന്റെ വഫ്ദുകളായിട്ടാണ് അവിടെ എത്തിച്ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, വഅദ്ദിം ഫിന്നാസ് ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി നീ ജനങ്ങളെ വിളിക്കുക, ജനങ്ങളെ ക്ഷണിക്കുക. യഅതൂക റിജാലൻ വഅലാ ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാവിധ മലമ്പാതകളിൽ നിന്നും മെലിഞ്ഞുണങ്ങിയ ഒട്ടകപ്പുറത്താണെങ്കിലും അവർ നിന്നിലേക്ക്, നിന്റെ ഈ വിളി കേട്ട് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരും എന്ന് അല്ലാഹു തആല പറഞ്ഞു. ലോകാവസാനം വരെ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുന്ന എല്ലാ ആളുകളും ആ ഉത്തരത്തിന് മറുപടിയായിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന തൽബിയത്ത് മുഴക്കിക്കൊണ്ട്, അല്ലാഹ് നിന്റെ വിളിക്കുക ഞങ്ങൾ ഉത്തരം ചെയ്തു വന്നിരിക്കുകയാണ്, നിനക്കാണ് എല്ലാവിധ അധികാരവും, നിനക്കാണ് എല്ലാവിധ സ്തുതിയും, നിനക്കൊരു പങ്കുകാരനും തന്നെ ഇല്ല എന്ന് മുഴക്കിക്കൊണ്ട്, തൽബിയത്ത് മുഴക്കിക്കൊണ്ട് ആളുകൾ എത്തിച്ചേരുന്ന സമയമാണിത്. സഹോദരങ്ങളെ, ഹജ്ജിന്റെ പാഠശാലയിൽ, ഹജ്ജിന്റെ ചരിത്രത്തിൽ, ഹജ്ജ് എന്ന കർമ്മത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന ആളുകളും അതല്ലാതെ ഹജ്ജിനെ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഹജ്ജിന്റെ പാഠശാലയിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർവഹിക്കുന്നിടത്ത് ആരെല്ലാം നമുക്കെതിരായാലും, ആരെല്ലാം നമ്മോടൊപ്പമില്ലെങ്കിലും അല്ലാഹു നമ്മെ പാഴാക്കില്ല എന്നതാണ്. രണ്ടാമത്തെ പാഠം, അല്ലാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കുന്നിടത്ത് ക്ഷമയോടുകൂടി അല്ലാഹുവിന് പ്രതിഫലം പ്രതീക്ഷിച്ച് നിന്നു കഴിഞ്ഞാൽ അതിന് മഹത്തായ സ്ഥാനവും പദവിയും അല്ലാഹു നൽകുമെന്നതാണ്.
മൂന്നാമത്തെ പാഠം, മറ്റെന്തിനേക്കാളും, നമ്മുടെ ഇച്ഛയെക്കാളും നമ്മുടെ താല്പര്യത്തിനേക്കാളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹത്തിനും അള്ളാഹുവിനുമാണ് നാം പ്രാധാന്യം നൽകേണ്ടത് എന്നാണ്. ഈ 3 പാഠങ്ങളും പഠിപ്പിച്ചു തരുന്ന മഹത്തായ കർമ്മമാണ് ഹജ്ജ്. അതെ, ചരിത്രത്തിൽ ഈ 3 പാഠങ്ങളും തെളിയിച്ചു കൊടുത്ത ഒരു പിതാവിന്റെയും ഒരു മകന്റെയും ഒരു ഉമ്മയുടെയും ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വർഷവും നിർവഹിക്കപ്പെടുന്ന ഹജ്ജ്. സഹോദരങ്ങളെ, അതിലൊന്നാമത്തേത്, അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കുന്നിടത്ത് ആരെല്ലാം നമുക്ക് തടസ്സമായാലും ആരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തിയാലും അള്ളാഹു നമ്മെ പാഴാക്കില്ല. അതിന് ഏറ്റവും നല്ല മാതൃകയാണ് ഉമ്മു ഇസ്മായിൽ ഹാജർ അലൈഹിസ്സലാം. സ്വന്തം കുഞ്ഞിനെ, മുലകുടി പ്രായമുള്ള കുഞ്ഞിനെയും ഏൽപ്പിച്ചുകൊണ്ട് ആ ആൾതാമസമില്ലാത്ത, ഒരു ചെടി പോലും മുളച്ചിട്ടില്ലാത്ത, കായ്ക്കനികൾ ലഭിക്കാത്ത, വെള്ളത്തിന് സൗകര്യമില്ലാത്ത ആ താഴ്വരയിൽ മക്കയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുഞ്ഞിനെയും കുഞ്ഞിന്റെ ഉമ്മയെയും അവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ ആ ഉമ്മ ഹാജർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിന്നിൽ വന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്തിൽ സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം, യാ ഇബ്രാഹിം, തിരിഞ്ഞു പോകുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിച്ചു, യാ ഇബ്രാഹിം, ഇബ്രാഹിം, ഐന തദ്ഹബു, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? വതതുറുക്നാ ബിഹാദൽ വാദി അല്ലദി ലൈസ ഫീഹി ഇൻതും വലാ ഷൈ, ഒരു മനുഷ്യനോ മറ്റൊന്നുമില്ലാത്ത ഈ താഴ്വരയിൽ ഞങ്ങളെ ഒറ്റക്കാക്കിക്കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ അവരിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും വന്ന് ചോദിച്ചു. അവസാനം ഹാജർ അലൈഹിസ്സലാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു ആണോ ഇത് താങ്കളോട് കൽപ്പിച്ചത്? എന്നെയും ഈ മുലകുടി പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെയും ഇവിടെ ആക്കി പോകണമെന്ന് നിങ്ങളോട് കൽപ്പിച്ചത് അള്ളാഹു ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു, നഅം, അതെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമ്മു ഇസ്മായിൽ ഹാജർ പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മു ഇസ്മായിൽ ഹാജർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കുന്നിടത്ത് തടസ്സങ്ങൾ നേരിടുമ്പോൾ നാം നമ്മോട് തന്നെ പറയേണ്ട വാക്കാണത്. ഹാജർ അലൈഹിസ്സലാം പറഞ്ഞു, ഇദൻ ലാ യുദയ്യിഅന, അങ്ങനെയാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല, അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ തിരിഞ്ഞു നടന്നു. നാം ചിന്തിക്കണം, ആൾതാമസമില്ലാത്ത, ഭക്ഷണത്തിനോ വെള്ളത്തിനോ സൗകര്യമില്ലാത്ത ഒരു പ്രദേശത്താണ് തന്റെ പിഞ്ചു കുഞ്ഞുമായ ഒരു സ്ത്രീ ഒറ്റക്കാകുന്നത്. അവിടെ അള്ളാഹു ഞങ്ങളെ പാഴാക്കുകയില്ല എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിലുള്ള തവക്കുലും അള്ളാഹുവിലുള്ള ഹുസ്നുദ്ദന്നും നല്ല പ്രതീക്ഷയും നല്ല ചിന്തയും എത്രത്തോളം ഉണ്ടായിരിക്കണം. അതിനുശേഷം കുറഞ്ഞ ഭക്ഷണവും വെള്ളവുമാണ് അവർക്ക് അവിടെ ഉണ്ടായിരുന്നത്, അവർ കൊണ്ടുവന്നിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്റെ പിഞ്ചു കുഞ്ഞ് വെള്ളത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ തന്റെ മാരത്തിൽ പാല് വറ്റിപ്പോയ ആ നിമിഷത്തിൽ കുഞ്ഞ് കരയുന്നത് കാണാൻ വയ്യാതെ ആ ഉമ്മ കുഞ്ഞിലേക്ക് നോക്കാതെ മുഖം തിരിച്ചു. അതിനുശേഷമുള്ള സംഭവങ്ങൾ നമുക്ക് കാണാം. തന്റെ അടുത്തുള്ള ഉയർന്ന പ്രദേശമായിക്കൊണ്ട് സഫാ പർവ്വതത്തെ ആ ഉമ്മു ഇസ്മായിൽ കണ്ടു. അതിന്റെ മേലെ കയറിക്കൊണ്ട് അങ്ങോട്ട് നോക്കി, താഴ്വരയിലേക്ക് നോക്കി, ആരെങ്കിലും ഉണ്ടോ? ആരെയും കണ്ടില്ല. അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഓടി അടുത്ത ഉയർന്ന പ്രദേശമായ മർവയുടെ മുകളിലേക്ക് കയറി. അവിടെ നിന്നും നോക്കി, ആരെങ്കിലും ഉണ്ടോ? ആരെയും കണ്ടില്ല. അങ്ങനെ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് മർവയുടെ സ്ഥലത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു, ഫദാലിക സഅയുൻ നാസി ബൈനഹുമാ, ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മത്തിൽ പ്രധാനപ്പെട്ട കർമ്മമായി കൊണ്ട് സഫയുടെയും മർവയുടെയും ഇടയിൽ ലക്ഷക്കണക്കിന് ആളുകൾ രാവും പകലുമില്ലാതെ ഇന്ന് സഅയ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഹാജർ അന്ന് ചെയ്ത കാര്യമാണെന്ന്. അങ്ങനെ മർവയുടെ മുകളിൽ 7ാമത്തെ തവണ എത്തിയപ്പോൾ ശബ്ദം കേട്ടു, സഹായം ലഭിക്കുന്നു നോക്കി. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇന്ന് സംസം ഒഴുകുന്ന സ്ഥാനത്ത് ഒരു മലക്ക് ആ മലക്കിന്റെ ചിറക് കൊണ്ട് അല്ലെങ്കിൽ കാലുകൊണ്ട് ചവിട്ടി സംസം ഒഴുകുന്നത് കണ്ടു. ഇന്നും പറ്റാതെ നിലനിൽക്കുന്ന സംസം. അതിനുശേഷം ആ വെള്ളം കുടിച്ച് തന്റെ കുഞ്ഞിന് വെള്ളം കൊടുത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ മലക്ക് ആ സ്ത്രീയോട്, ഹാജർ അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാക്കുണ്ട്. ആ മലക്ക് പറഞ്ഞു, ആ മലക്ക് ആ സമയത്ത് പറഞ്ഞു, ലാ തഖാഫു അദ്ദൈഅ, നിങ്ങൾ പാഴായി പോകുമെന്ന് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നഷ്ടക്കാരായി പോകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട. ഇതാ ഇവിടെ അള്ളാഹുവിന്റെ ഭവനമുണ്ട്. ആ ഭവനം ഈ കുഞ്ഞും ഈ കുഞ്ഞിന്റെ പിതാവും കൂടി വീണ്ടും നിർമ്മിക്കുന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകളെ, അവന്റെ ഭവനത്തിന്റെ ആളുകളെ അല്ലാഹു തആല പാഴാക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തി. അതേ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കുന്നിടത്ത് അള്ളാഹു നമ്മെ പാഴാക്കില്ല എന്നുള്ള ബോധം ഓരോ ഹജ്ജിന്റെയും പാഠങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കുന്നിടത്ത് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് മാതൃകയാണ് അവരുടെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം. തന്റെ കൗമാര പ്രായത്തിലെത്തിയ ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ഉപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് അറിയിച്ചു തന്നു. ഫലമ്മാ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك. തന്റെ ഉപ്പ വന്ന് പറയുകയാണ്, കൗമാര പ്രായത്തിലെത്തിയ കുട്ടിയാണ്. ആ ഉപ്പ വന്ന് പറഞ്ഞു, മോനെ, നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നബിമാരുടെ സ്വപ്നം വഹിയാണ്, അഥവാ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ അറുക്കണമെന്ന്. ഫൻദുർ മാദാ തറാ, നിനക്ക് എന്താണ് പറയാനുള്ളത്? അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു. ആ മകൻ അള്ളാഹുവിനനുസരണയുള്ള വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന സ്വാദിഖൽ വഅദ് എന്ന് അള്ളാഹു തആല വാക്ക് പറഞ്ഞിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹിസ്സലാം അള്ളാഹുവിനനുസരണമായിക്കൊണ്ടും തന്റെ ഉപ്പാക്ക് പുണ്യം ചെയ്യുന്നവനായിക്കൊണ്ടും പറഞ്ഞ മറുപടി അള്ളാഹു തആല പറഞ്ഞു, ഖാല യാ അബതി, എന്റെ ഉപ്പ, എന്റെ പൊന്നുപ്പ, ഇഫ്അൽ മാ തുഅ്മർ, അള്ളാഹു എന്താണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയാണോ അത് നിങ്ങൾ പ്രവർത്തിക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, നിങ്ങൾ കണ്ടെത്തും അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിന്റെ മശിയത്തുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമയോട് കൂടി നിന്ന് തരുന്നവനായിട്ട്, എന്റെ കഴുത്ത് നീട്ടി തരുന്നവനായിട്ട് നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് കൗമാര പ്രായത്തിലുള്ള ഒരു മകൻ തന്റെ ഉപ്പയോട് പറയണമെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അവർ കൊടുത്ത സ്ഥാനം എത്രയാണ്! അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നിടത്ത് അവർ കാണിച്ച ക്ഷമയും അവർക്കുണ്ടായ പ്രതിഫലേച്ഛയും എത്രയാണ് നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പാഠം, സഹോദരങ്ങളെ, നമ്മുടെ ഏതൊരു ഇഷ്ടത്തിനേക്കാളും, നമ്മുടെ ഏതൊരു ഇച്ഛയേക്കാളും, നമ്മുടെ ഏതൊരു താല്പര്യത്തെക്കാളും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിനുമാണ് നാം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രായാധിക്യത്തിൽ വൃദ്ധനായിരിക്കെ മക്കളുണ്ടാകണമെന്ന ആഗ്രഹത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു നൽകിയ ആദ്യ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ പിതാവിന് ഒരു മകൻ ഏറ്റവും ഉപകാരമുള്ളവനായി തീരുന്ന, സഹായമായി തീരുന്ന ആ കൗമാര പ്രായത്തിലേക്ക് എത്തിയ തന്റെ മകൻ, തന്റെ കൺകുളിർമയായിട്ടുള്ള, തന്റെ കൗതുകമായിട്ടുള്ള ആ മകനെ അറുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ആ കൽപ്പന പൂർത്തീകരിക്കാൻ വേണ്ടി ആ ഉപ്പ തയ്യാറായി. തനിക്ക് മകനോടുള്ള ഇഷ്ടത്തിനേക്കാൾ, തനിക്ക് വാർദ്ധക്യത്തിൽ ലഭിച്ച തന്റെ മകനേക്കാൾ, ആ മകനോടുള്ള ഇഷ്ടത്തെക്കാൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഞാൻ പൂർത്തീകരിക്കേണ്ടത്, എന്റെ ഇച്ഛയേക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെളിയിച്ചു. അല്ലാഹു തആല പറയുകയാണ്, ഫലമ്മാ അസ്ലമാ, ആ ഉപ്പയും മകനും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിക്കൊണ്ട്, വതല്ലഹു ലിൽ ജബീൻ, ആ മകന്റെ നെറ്റി തിരിച്ചുകൊണ്ട്, പാറയിലേക്ക് തിരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെച്ചു. കാരണം അറുക്കുന്ന സമയത്ത് തന്റെ മകന്റെ മുഖം കാണുമോ എന്ന് പേടിച്ചുകൊണ്ട്, അതിൽ ദുഃഖം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് നെറ്റി തിരിച്ചുകൊണ്ട് വെച്ചു. എന്നിട്ട് ആ മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പൂർത്തീകരിക്കുന്ന ആ പരീക്ഷണത്തിൽ വിജയം തെളിയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അല്ലാഹു പറയാണ്, നാം ഇബ്രാഹിമിനെ വിളിച്ചു, ഏ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുയ, ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയുണ്ടല്ലോ, സ്വപ്നത്തിൽ ഞാൻ നിനക്കറിയിച്ച കൽപ്പനയുണ്ടല്ലോ, നീ അത് തെളിയിച്ചിരിക്കുന്നു, അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അങ്ങനെയാണ് നാം ഇഹ്സാൻ ചെയ്യുന്നവർക്ക് പ്രതിഫലം കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശക്തമായ പരീക്ഷണങ്ങളിൽ അതിൽ തെളിയിച്ചു കൊടുക്കുമ്പോഴാണ് ദീനിന്റെ ഉന്നതമായ ഇഹ്സാനിന്റെ പദവിയിലേക്ക് ആളുകൾ എത്തിച്ചേരുക. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, അതെ, ഇത് വ്യക്തമായ ഒരു പരീക്ഷണമാണ്, ഇത് വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ഇബ്രാഹിം, താങ്കൾ അതിൽ വിജയിച്ചു. അതെ, അള്ളാഹുവിന്റെ ഖലീലാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിലുടനീളം തെളിയിച്ചു. സഹോദരങ്ങളെ, ഈ 3 പാഠങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 പാഠങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. അതാ ആളുകൾ സഫയുടെയും മർവയുടെയും ഇടയിൽ സഅയ് നടത്തുമ്പോൾ ഹാജർ അലൈഹിസ്സലാം അന്ന് അനുഭവിച്ച ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അറവ് നടത്തുമ്പോൾ
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുക. അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ ബരമേൽപ്പിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ക്ഷമയവലംബിക്കാൻ, മറ്റെന്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ചിന്തിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പൂർത്തീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ആ കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹു തആല ഒരു ആടിനെ നൽകിക്കൊണ്ട് അറുക്കാൻ കൽപ്പിച്ചു. ഇതിന്റെ തൊട്ടടുത്ത് അല്ലാഹു പറഞ്ഞു ഫദൈനാഹു ബിദിബ്ഹിൻ അദീം, വളരെ വലിപ്പമുള്ള ഒരു ആടിനെ അറുക്കാൻ, അതിന് പകരമായിട്ട് അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും പഠിക്കേണ്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സുന്നത്തായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതൃക കാണിച്ചുള്ള ഒരു കാര്യമാണ് അൽ ഉദ്ഹിയ എന്നുള്ളത്. ഈദുൽ അദ്ഹ അഥവാ ദുൽഹിജ്ജ 10 ഹാജിമാർ യൗമുൻ നഹറിൽ അറവ് നടത്തുന്ന ആ ദിവസത്തിൽ മറ്റുള്ള ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും യൗമുൻ നഹറിലും അതിനുശേഷമുള്ള അയ്യാമുത്ത് തശ്രീഖിലും 3 ദിവസത്തിലും അറവ് നടത്തുക, ബഹീമത്തുൽ അൻആം കന്നുകാലികളിൽ നിന്ന് അറവ് നടത്തുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ സുന്നത്തായിട്ട് ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കഴിവുള്ള ആളുകൾ ഒരു മാടിനെയോ അല്ലെങ്കിൽ ഒരു മാടിൽ 7 ആളുകൾക്ക് വരെ പങ്കുചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആടിനെയോ എല്ലാം അറുക്കാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉദ്ഹിയ്യത്ത് എന്നുള്ള കർമ്മത്തിന് അള്ളാഹു സമ്പത്തിൽ വിശാലത നൽകിയിട്ടുള്ള ആളുകൾ, അതിന് കഴിവ് നൽകിയിട്ടുള്ള ആളുകൾ അത് നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവണം. മുൻഗാമികളിലും മുൻകഴിഞ്ഞ സമുദായങ്ങളിലും അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്താണത്. അള്ളാഹു തആല പറഞ്ഞു വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കന്നുകാലികളെ അറുക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന് വേണ്ടി അറവ് നടത്തുക എന്നുള്ളത് അള്ളാഹു തആല മുൻഗാമികളിൽ നിയമമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുക എന്നുള്ള ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താവുന്ന കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ആ ഒരു കന്നുകാലിയെ അല്ലെങ്കിൽ ആടിനെയോ മാടിനെയോ അറുക്കുക എന്നുള്ളത് ഇബാദത്താണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, അതുപോലെ തന്നെ അറവ് നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇബാദത്താണത്. സമ്പത്തുള്ളവർ അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആ കർമ്മം നിർവഹിക്കാൻ നാം തയ്യാറാവുക. ഈ ഹജ്ജിന്റെ പാഠങ്ങൾ നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.